കർണാടകയില് 101 മുട്ട വെച്ച് 100 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. 101 വെച്ചിട്ട് 100 വരെ. 101 വെച്ചിട്ട് 100 വിരിഞ്ഞ്. ഇതാണ് ആ 101 മുട്ട വെച്ച് 100 കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ഇൻക്യുബേറ്റർ. ടർക്കി, ഗിനി, മണിത്താറാവ് എല്ലാ മുട്ടയും വിരിഞ്ഞു. ഒരു പ്രാവശ്യം വിരിഞ്ഞാൽ തന്നെ മോരായില്ലേ? അതെ, ഒരു പ്രാവശ്യം ഒരു ആഴ്ചയിൽ കൊണ്ടുവരുമ്പോൾ 200 മുട്ട വയ്ക്കുന്ന കാശ് കണക്കൂടി തന്നെ ഒരു ഇൻക്യുബേറ്റർ കാശായില്ലേ? അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നമ്മള് 3 ഇൻക്യുബേറ്റർ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അത് കൊടുക്കാൻ പോവാണ്. ഈ 3 ഇൻക്യുബേറ്റർ നിങ്ങൾക്ക് ഇനിയും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ജില്ലയും വെക്കുക, നിങ്ങൾ കോൺടാക്ട് നമ്പറും വെക്കുക, നല്ല കമന്റ് രേഖപ്പെടുത്തുക. നിലവിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഇൻക്യുബേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം നമ്മുടെ പാലക്കാടുള്ള നമ്മുടെ സന്തോഷേട്ടൻ്റെ KRS ഇൻക്യുബേറ്റർ ആണ്. കാര്യം അതിൻ്റെ റിസൾട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. കാര്യം 90% മുകളിലാണ് ചേട്ടൻ ഇതിന് റിസൾട്ട് അവകാശപ്പെടുന്നത്. ശരിക്കും ഇത് 90-99% വരെ റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ഒരു മാസം നമുക്ക് ശരാശരി എത്ര എണ്ണം സെയിലാകുന്നുണ്ട്? മാസം ഒരു 150-200 ഇൻക്യുബേറ്ററോളം നമ്മൾ അതായത് കേരളത്തിലെ നിലവിൽ ഏറ്റവും കൂടുതൽ ഇൻക്യുബേറ്റർ സെയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന അത് GST എല്ലാ ബില്ലും അടക്കം നമുക്ക് കൊടുക്കുന്നുണ്ട്. GST അടക്കമുണ്ട് നമ്മളിൽ. GST ബില്ല് അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ലോൺ അപേക്ഷിക്കാം. 5-6 ആളുകൾ കൊണ്ടുണ്ട് നമ്മൾ GST ബില്ല് അടക്കം കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ 2500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാക്കാം. ഒരു മാസം 7000-7500 രൂപ. അതായത് ഒരു വീട്ടിലിരുന്ന് ഒരു സൈഡ് വരുമാനം ഒരു 10 മിനിറ്റ് ചെലവ് ചെയ്താൽ മതി. ഒരു ദിവസം ഒരു 10 മിനിറ്റ് അത് ജസ്റ്റ് മുട്ട തിരിച്ചു കൊടുക്കാം, ജസ്റ്റ് നനക്കി കൊടുക്കാൻ വേണ്ടി 10 മിനിറ്റ് ചെലവ് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. അതും 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2500 രൂപയ്ക്ക്. അത് കേരളത്തിൽ വേറെ അവിടെ ഇല്ല, നമ്മൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് 100 വെക്കുന്നതാണെങ്കിൽ അത് 1800 വില, 200 കുറച്ച് 2000. ശരിക്കും ഇത് ഈ പറയുന്ന 7000-7500 രൂപ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് 200 ആകുമ്പോൾ 7000-7500. അതായത് ചേട്ടൻ എത്ര കോൺഫിഡൻസിൽ പറയുന്ന കാര്യം ചേട്ടന് ഈ ഒരു ഇൻക്യുബേറ്ററിന്റെ റിസൾട്ട് കൊണ്ടാണ് അല്ലേ? റിസൾട്ടാണ്. നമുക്ക് എത്ര ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും? എൻ്റെ 100% കിട്ടിയിട്ടുണ്ട്. 100% വരെ 100% റിസൾട്ട് കിട്ടി. പക്ഷെ നമ്മൾ 100% എല്ലാവർക്കും പറയുന്നില്ല. എൻ്റെ കർണാടകയില് 101 മുട്ട വെച്ച് 100 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. 101 മുട്ട വെച്ച് 100 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോ കോൾ വഴി കാണിച്ചു കേട്ടോ. പിന്നെ ചേട്ടൻ പേരെന്താ? ബിനീഷ് ചേട്ടന്. ഓക്കെ, ശരിക്കും ഇൻക്യുബേറ്റർ എങ്ങനെയുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? 101 വെച്ചിട്ട് 100 വരെ. 101 വെച്ചിട്ട് 100 വിരിഞ്ഞ്. അടിപൊളി. ഇപ്പം വിരിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? വിരിഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസമായി അല്ലേ? ഓക്കെ, നമുക്ക് ശരിക്കും കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കൊടുത്തോ അതോ കയ്യിലുണ്ടോ? എങ്ങനെയാണ്? 50 കൊടുത്തു. 50 കൊടുത്തു. ബാക്കി 50 നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. ഇതാണ് ആ 101 മുട്ട വെച്ച് 100 കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ഇൻക്യുബേറ്റർ കേട്ടോ. കർണാടകയിൽ കൊടുത്തത്. അതായത് 99% റിസൾട്ട് കിട്ടിയ ഇൻക്യുബേറ്റർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും 100 തന്നെ കിട്ടണം നിർബന്ധം. നല്ല മുട്ട നന്നായി വിരിയും. അതായത് കൊത്തുമുട്ടയാണെങ്കിൽ മുട്ട നന്നായി വിരിയും. പക്ഷെ കൊത്തുമുട്ടയല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട ഒരെണ്ണം പോലും വിരില്ല കേട്ടോ. ഓക്കെ, കോസ്റ്റായ മുട്ടയാണെങ്കിൽ എല്ലാം വിരിയും. എല്ലാത്ത മുട്ടയും ഒന്നും വിരിയില്ല. എല്ലാ മുട്ടയും ടർക്കി, ഗിനി, മണിത്താറാവ് എല്ലാ മുട്ടയും വിരിയും. കാട 500 വയ്ക്കാം കേട്ടോ. 500 ഇതിൽ വയ്ക്കാം. നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക എല്ലാ ഭാഗത്തേക്കും സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയും എല്ലായിടത്തേക്കും. തമിഴ്നാട്ടിലേക്കൊക്കെ 3 നല്ല ടെമ്പർ ബോക്സ് കൊടുക്കുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾ ഈ ബോക്സിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 1/4 വർഷം കട്ടാണ്. എല്ലാ ഭാഗത്തും ചൂട് കൃത്യമായി കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകം. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ഐസ് ബോക്സ് ഒക്കെ കിട്ടും. ഐസ് ബോക്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തമിഴ്നാട് ലോങ് ഒക്കെ അയക്കും. അത് 80% കിട്ടുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇത് 90-95% റിസൾട്ട് കിട്ടും. നമ്മുടെ ഗുണം എന്തറിയോ? ബോക്സിന്റെ ക്വാളിറ്റിയും ഹൈറ്റും ചിക്കൻസ് എല്ലാം നമുക്ക് ആവശ്യം. നമ്മുടെ ആവശ്യം എന്താ അറിയോ? റിസൾട്ടാണ് ആവശ്യം. അതെ, എന്റെ മെയിൻ റിസൾട്ടാണ്. നമുക്ക് ഇതിന് ഗ്യാരണ്ടി പറഞ്ഞില്ലോ? 1 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 1 വർഷത്തെ വാർ. 2500 200 മുട്ട വയ്ക്കുന്ന 1 വർഷം ഗ്യാരണ്ടി എന്താ കൊടുക്കണ്ടേ? ഒരു പ്രാവശ്യം വിരിഞ്ഞാൽ തന്നെ മോരായില്ലേ? അതെ, ഒരു പ്രാവശ്യം ഒരു ആഴ്ചയിൽ കൊണ്ടുവരുമ്പോൾ 200 മുട്ട വയ്ക്കുന്ന കാശ് കണക്കൂടി തന്നെ ഒരു ഇൻക്യുബേറ്റർ കാശായില്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നമ്മള് 3 ഇൻക്യുബേറ്റർ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫേസ്ബുക്കിൽ ആളുകൾ കൊടുക്കും. അക്കുകൂട്ട് പറഞ്ഞൊരു നല്ല കിഡ്നി രോഗിയാണ്. ഓക്കെ, ആവശ്യക്കാരൻ. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പഠിക്കാൻ ജീവിതത്തിൽ ചെറിയൊരു വരുമാന മാർഗമാണ്. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ കാണുന്ന അക്കുകൂട്ടിനെ ഒന്ന് കൊടുക്കാം. അപ്പം ആള് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ വിളിക്കാം. നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത രണ്ടാമത് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. ദീപക് ദേവ്. ആളൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ പഠിക്കട്ടെ അതും കൂടി പഠിക്കട്ടെ. ചെറിയൊരു വരുമാനം അദ്ദേഹത്തിനാണ് ചേട്ടൻ കൊടുക്കാൻ പോകണം. അപ്പൊ നമ്മൾ അവര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്.
എനിക്ക് കോൺടാക്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കുക. അപ്പൊ വീഡിയോ ദീപക്ക് കാണുകയാണെങ്കിൽ മസ്റ്റായിട്ടും ചേട്ടനെ വിളിച്ചാൽ ഈ സാധനം ചേട്ടൻ വീട്ടിൽ ഞാൻ കൊറിയർ അയച്ചു തരും. വീടല്ല നിങ്ങളടുത്ത് സാധാരണ കൊറിയർ അയക്കുമ്പോൾ കൊറിയർ അയച്ചു തരും കേട്ടോ. ഇനി നമുക്കൊരു ഒരാൾക്ക് കൊടുക്കണം, അത് ശ്രീജിത്ത്. അതായത് ആള് ഇച്ചിരി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളാണ്. അപ്പൊ അവർക്കൊരു ഇൻക്യുബേറ്റർ നമുക്ക് കൊടുക്കാം. അപ്പൊ 3 ആൾക്ക് നമുക്ക് സെലക്ട് ആയിട്ടോ. ഓക്കെ, അപ്പം ശ്രീജിത്ത് കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ 100 മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ശ്രീജിത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 പേരും എൻ്റെ നമ്മളെ ഈ വീഡിയോ കാണി കോൺടാക്ട് ചെയ്യാം. കിട്ടിയില്ലാതെ ഞങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സന്തോഷേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡായിട്ട് പിന്നെ കാണുന്നവരെ